എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് തിരുമല പെരിയ 2 വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്ന നമുക്ക് 3,100 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1,500 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 4 ബെഡ്റൂം വരുന്നുണ്ട്, 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് വലിയൊരു കാറിടാൻ പറ്റിയ കാർ പോർച്ചാണ് വരുന്നത്. ഇവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട് നിൽക്കുന്ന തിരുവനന്തപുരത്ത് തിരുമല പെരുവാണ് വീട് വരുന്നത്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. 20 വീടോട് കൂടിയ വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. ഇവിടെയുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. എല്ലാ വീട്ടിലും നമുക്ക് ആൾതാമസവും വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം ലുക്കിലാണ് വീടിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 കളർ കോമ്പിനേഷനിലാണ് വീടിൻ്റെ കളർ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ കളർ ആഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ ഒരു നോർമൽ മടക്ക് ഗേറ്റും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ 4 ചുറ്റും നമുക്ക് ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കാർ പോർച്ച് ഏരിയ വന്നിട്ട് വലിയൊരു കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഫ്രണ്ടിലെ വുഡ് വന്നിട്ട് നമുക്ക് തേക്കാണ് വരുന്നത്, പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഫ്രണ്ട് വന്നിട്ട് നമുക്ക് കളർ വൈറ്റ് കളറാണ് നമ്മുടെ ജനലിന് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് സിറ്റ് ഔട്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ 4 സീലിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ടെസ്റ്റർ വർക്ക് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് തന്നെ ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് സ്റ്റാൻഡേർഡ് ആണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഫാമിലി ലൈറ്റാണ് കളർ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചെറിയൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ടെസ്റ്റർ വർക്കൊക്കെ നല്ല പ്രീമിയം ലുക്കിലാണ് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് ഡോർ നമുക്ക് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. മാറ്റ് പോളിഷാണ് വരുന്നത്. ഈ കാണുന്നതാണ് ലിവിംഗ് ഏരിയ. വലിയൊരു ലിവിംഗ് ഏരിയ വരുന്നത്. ലിവിംഗ് ഏരിയയുടെ സൈസ് വന്നിട്ട് 13x10 ലിവിംഗ് ഏരിയയുടെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് TV യൂണിറ്റ് വലിയ രീതിയിൽ തന്നെ TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അകത്തെ കളറൊക്കെ വന്നിട്ട് ലൈറ്റ് കളറാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജോട് കൂടിയ ഒരു TV യൂണിറ്റാണ് വരുന്നത്. ഒരു പ്രീമിയം ലുക്കിലാണ് TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ചെറിയ രീതിയിൽ തന്നെ കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വയറിങ്ങിന് ഉപയോഗിക്കുന്ന വി ഗാർഡാണ്. സ്വിച്ചൊക്കെ വന്നിട്ട് GM-ന്റെ സ്വിച്ച് ബോർഡാണ് വരുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് അടുത്ത് വരുന്ന ഡൈനിങ് സെക്ഷനാണ്. വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഈ ഡൈനിങ് സെക്ഷന്റെ സ്പേസ് വന്നിട്ട് 11x10 ഡൈനിങ് സെക്ഷന്റെ സ്പേസ് വന്നിട്ട്. ഇവിടെ നമുക്ക് വാഷ് ബേസ് കൗണ്ടറും വരുന്നുണ്ട്. വാഷ് ബേസ് കൗണ്ടറിൽ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിന്റെ അടിയിലിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ ഒരു കബോർഡ് വർക്കും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു ഫാൻസി ലൈറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സെക്ഷനോട് ചേർന്നാണ് ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത്. അത് നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജോട് കൂടിയ ഒരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഡൈനിങ് സെക്ഷനിൽ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ കബോർഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ ചിമ്മിനി ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ 4 ടൈൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നമുക്ക് വാൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അഴുക്കും കാര്യങ്ങളും ആവാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ കളറും വന്നിട്ട് നമുക്ക് വൈറ്റ് ആണ്, ഫുൾ വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് വരുന്നത് നമ്മുടെ ബാക്ക് സൈഡിലാണ് നമുക്ക് കിണർ വരുന്നത്. ബാക്ക് സൈഡിലാണ് നനയൽ വരുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഇറക്കുള്ള സ്പേസും വരുന്നുണ്ട്. ലിവിംഗ് ഏരിയ എന്ന് വരുന്ന ഫസ്റ്റ് ബെഡ്റൂം. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് 3 ബെഡ്റൂം വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. നമ്മുടെ അകത്തെ ഡോറിൽ കളർ ഉപയോഗിക്കുന്ന വൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അകത്തെ കളറും വന്നിട്ട് നമുക്ക് ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 13x11 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 2 പാളിയിലെ വലിയൊരു കബോർഡ് വർക്കും വരുന്നുണ്ട്. കബോർഡ് വർക്കൊക്കെ ഉപയോഗിക്കുന്ന നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ അകത്തെ വിൻഡോയിലെല്ലാം തന്നെ കർട്ടനും ആഡ് ചെയ്തിട്ടുണ്ട്. 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വാഷ്റൂമിനകത്ത് നമുക്ക് നല്ല ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് 4 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് സെക്ഷനിൽ നിന്നാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട്. സ്റ്റെയറിൽ ടെയിൽ ഉപയോഗിക്കുന്ന വുഡിന്റെ ഡിസൈൻ വരുന്ന ടെയിലാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ വർക്കിന് ഉപയോഗിക്കുന്ന ഇരുമ്പാണ്. ഇതിൽ നമുക്ക് വുഡും വരുന്നുണ്ട്. ഇത് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പർഹോള ഇഷ്ടംപോലെ പർഹോള ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സ്പോട്ട് ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ വുഡിന്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറി വരുന്ന സെന്റർ ചെവിൽ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 പർഹോളയാണ് വരുന്നത്. ഇത് നമുക്ക് ഗ്ലാസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഫ്ലോറിലെ ഹാളിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്.
ഈ കാണുന്നതാണ് ഹാള് വന്നിട്ട് അത്യാവശ്യം വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 5 പർഹോള വരുന്നുണ്ട്. ഇതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പർഹോള ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ വിൻഡോയിലും കർട്ടൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. കബോർഡ് വർക്ക് നമുക്ക് താഴെ ഫസ്റ്റ് കണ്ട ബെഡ്റൂമിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും കബോർഡ് വർക്ക് വരുന്നത്. ഇത് നമുക്ക് നല്ല പ്രീമിയം ബോർഡിലാണ് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമിൽ ഫിറ്റിംഗ്സ് വെച്ചിരിക്കുന്ന എല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ട്രെൻഡിങ്ങുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 1 പാളിയുടെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 4 സീലിംഗ് ഒക്കെ സ്റ്റാൻഡേർഡിലാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വിൻഡോയിൽ കർട്ടനും വരുന്നുണ്ട്. 4 സീലിംഗ് സ്റ്റാൻഡേർഡാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഫാം ലൈറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. കബോർഡ് വർക്ക് വന്നിട്ട് സിംഗിൾ പാളിയുടെ ഒരു ഡോറാണ് വരുന്നത്. ഇതിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഈ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വലിയൊരു വാഷ്റൂമാണ് ഇവിടെയും വരുന്നത്. ഹാളിൽ നിന്ന് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 10x10 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെയും 4 സീലിംഗും വരുന്നുണ്ട്. കബോർഡ് വർക്ക് നമുക്ക് സിംഗിൾ പാളിയുടെ ഒരു കബോർഡ് വർക്കാണ് വരുന്നത്. നേരത്തെ കണ്ട അതേ ബെഡ്റൂമിന്റെ ആ രീതിയിൽ തന്നെയാണ് ഇവിടെയും കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സ് വരുന്ന ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോറൊക്കെ വന്നിട്ട് നല്ല പ്രീമിയം ഡോറാണ് നമ്മുടെ വാഷ്റൂമിലെ ഡോറിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ബാൽക്കണി. ഇത് നമുക്ക് വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ടെസ്റ്റർ വർക്ക് വരുന്നുണ്ട്. ഈ കാണുന്ന വില്ലയ്ക്കകത്തുള്ള ഏകദേശപ്പെട്ട വീടൊക്കെ നമുക്ക് സെയിലായിട്ടുണ്ട്. മിക്ക വീട്ടിലും ആൾ താമസം വരുന്നുണ്ട്. നമുക്ക് ഈ ബഡ്ജറ്റിൽ 60 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വേറെ നമുക്ക് വീട് ഇവിടെ സെയിലിനുണ്ട്. ആ വീടിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടനെ തന്നെ വരുന്നതാണ്. ഇതൊക്കെയാണ് ഈ വീടിന്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. ഈ വീട് നിൽക്കുന്ന 3,100 സെന്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1500 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 4 ബെഡ്റൂമാണ് വരുന്നത്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് വലിയൊരു കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്നത് 60 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പെരിയാവ് വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഇവിടെ ഏകദേശം 19 വീടുണ്ട്. 19 വീട്ടിൽ നമുക്ക് ഏകദേശപ്പെട്ട വീടൊക്കെ സെയിലായിട്ടുണ്ട്. നമുക്ക് ഈ 60 ലക്ഷം രൂപയുടെ വേറെയും വീടുകൾ വരുന്നുണ്ട്. 65 ലക്ഷം രൂപയുടെ വീട് നമുക്ക് വരുന്നുണ്ട്. ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തു ബേസ്ഡ് ആയിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടുന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട്ടിന്റെ റോഡ് വന്നിട്ട് നമുക്ക് 5 മീറ്ററാണ് റോഡിന്റെ വീതി വന്നിട്ട്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു 250 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന വീട് കാണാൻ വരുന്നവർക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ നമുക്ക് വേറെയും കുറച്ച് വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. 60 ലക്ഷത്തിന്റെ 65 ലക്ഷം രൂപയുടെയും അതും കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതിയ വീടിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.